ഗുരുവായൂർ മാത്രമാണ് ഗുരുവായൂരപ്പനുള്ളത്, അല്ലെങ്കിൽ ശബരിമലയിൽ മാത്രമാണ് ഭഗവാനുള്ളത് എന്നുള്ള വിശ്വാസവും തെറ്റാണ്. അങ്ങനെയും കരുതരുത്. ഇപ്പോൾ ഗുരുവായൂരപ്പൻ്റെ പരമഭക്തനായിട്ടുള്ള ഒരാൾ എറണാകുളത്ത് ജീവിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് കാശി അപ്പൻ തമ്പുരാൻ എന്നാണ്. പൂണിത്തുറയായിരുന്നു അദ്ദേഹത്തിൻ്റെ സ്ഥലം. അദ്ദേഹം ഗുരുവായൂർ കുറേ കാലം താമസിച്ചിട്ടുണ്ട്, ഒരുപാട് കാലം താമസിച്ചു. അത് കഴിഞ്ഞ് അദ്ദേഹം ഗുരുവായൂരിൽ നിന്ന് പിരിയുന്ന സമയത്ത് അദ്ദേഹം ഗുരുവായൂരിൽ നിന്ന് തിരിച്ചു പോവാണ്. ഒരു സന്ദർഭമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം മാറി താമസിക്കും. അപ്പോൾ അദ്ദേഹത്തോട് അവിടെയുള്ള ആൾക്കാർ ചോദിക്കുന്നുണ്ട്, അങ്ങ് ഇവിടുന്ന് പോയാൽ അങ്ങേക്ക് എങ്ങനെ ജീവിക്കാൻ പറ്റും? കാരണം അങ്ങ് ഗുരുവായൂരിന് അത്രയധികം സ്നേഹിക്കുന്നില്ലേ, ഗുരുവായൂരപ്പനെ അത്രയും സ്നേഹിക്കുന്നില്ലേ, ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ അങ്ങ് എങ്ങനെ ഗുരുവായൂരപ്പനെ കാണും എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങളോട് ആര് പറഞ്ഞു ഗുരുവായൂരപ്പൻ ഗുരുവായൂർ മാത്രമാണ് ഉള്ളത് എന്നാണ് അതിൻ്റെ ഉത്തരം. അദ്ദേഹം പിന്നീട് പറയുന്നുണ്ട്, നിങ്ങൾ ആരും ഗുരുവായൂരപ്പനെ കാണാനായിട്ട് ഗുരുവായൂർക്ക് വരണ്ട, നിങ്ങൾ എവിടെ വിളിച്ചോ അവിടെ ഗുരുവായൂരപ്പനുണ്ട്. അപ്പം അതുകൊണ്ട് ഈ പറഞ്ഞ സമയമുണ്ടല്ലോ, ഈ പറഞ്ഞ 6 മണിക്കൂർ 5 മണിക്കൂർ വാട്ടവർ, അല്ലെങ്കിൽ നെയ്വിളക്കെടുക്കുമ്പോൾ ഡയറക്റ്റായിട്ട് കയറി പോകാൻ പറ്റുന്ന സമയം, നമ്മൾ ഭഗവാനെ കാണുന്നുണ്ടോ എന്നുള്ളത് മാത്രമല്ല, ഭഗവാൻ നമ്മളെ കാണുന്നുണ്ടോ എന്നുള്ളൊരു പ്രോസസ്സോടെ നടക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കണം എന്നാണ്. വെച്ചാൽ 6 മണിക്കൂർ നമ്മൾ ചിലവഴിച്ചു ക്യൂല്, നമ്മുടെ മനസ്സിൽ മുഴുവൻ വേണ്ടാത്ത ചിന്തയും, നമ്മൾ വെറുതെ അപ്പുറത്തിരിക്കുന്ന ആൾക്കാരോട് വർത്തമാനം പറഞ്ഞ് ഒരു പിക്നിക് ആയിട്ടാണ് അതിനെ കാണുന്നുണ്ടെങ്കിൽ ഗുരുവായൂരപ്പൻ നമ്മളെ കാണുന്നുണ്ട് നമുക്ക് പറയാൻ പറ്റില്ല. നേരെ മറിച്ച് ആ 1000 രൂപയുടെ നെയ്വിളക്കെടുത്ത് പോയൊരാൾ, അയാൾ പറയാണ്, ഭഗവാനെ എനിക്ക് 3 മണിക്ക് ഫ്ലൈറ്റ് ആണ്, ഇപ്പോൾ 12 മണിയായി, ക്യൂ നിന്നാൽ എനിക്ക് അങ്ങേ കാണാൻ പറ്റില്ല, അങ്ങ് അനുഗ്രഹിച്ചു തന്ന പണം എൻ്റെ അടുത്തുണ്ട്, അതുകൊണ്ട് ഞാനത് അതിന് വേണ്ടി ഉപയോഗിച്ചിരിക്കണം, അങ്ങനെ അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞാൽ ആ 1000 രൂപ കൊടുത്ത ആളെ ഭഗവാൻ കാണുന്നുണ്ട് അല്ലേ. അപ്പൊ നമ്മൾ നിൽക്കുന്ന സമയമോ പണത്തിന്റെ അളവോ അല്ല ക്ഷേത്ര ദർശനത്തിന് പ്രാധാന്യം, ഏത് മെന്റാലിറ്റി നമ്മൾ പോകുന്നതാണ്. ഇതേ 1000 രൂപ കൊടുത്തിട്ട് എന്നാ ഞാൻ ആദ്യം പോയി കണ്ടു കളയാം എന്നുള്ള വിചാരത്തോടു കൂടി പോയാൽ ഭഗവാൻ തിരിഞ്ഞിരിക്കുകയുള്ളൂ, അത്രേ ഉള്ളൂ. അപ്പൊ ഏത് മെന്റാലിറ്റിയിൽ പോയിട്ട് ഭഗവാനെ കാണുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് അതിന് കിട്ടുന്ന സമയത്തെ, ഗുരുവായൂർ മാത്രമാണ് ഭഗവാൻ ഇരിക്കുന്നത് എന്നുള്ള വിശ്വാസം മാറ്റിവെച്ച് എല്ലായിടത്തും ഭഗവാനെ കാണാൻ വേണ്ടി ശ്രമിക്കുക എന്നാണ്. ഞാൻ അവസാനിപ്പിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞ് അവസാനിപ്പിക്കുന്നുണ്ട്, കാശി അപ്പൻ എന്ന് പറയാൻ തന്നെ അദ്ദേഹം പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്, നിങ്ങൾ ഗുരുവായൂർ വരേണ്ടത് ഗുരുവായൂരപ്പനെ കാണാനല്ല, ഇവിടെ നടക്കുന്ന ആധ്യാത്മിക സത്സംഗങ്ങളിൽ പങ്കെടുക്കാൻ, ഭഗവാന്റെ വിശേഷപ്പെട്ട പ്രസാദമൊട്ട് കഴിക്കാൻ, ഭഗവാന്റെ എഴുന്നള്ളത്ത് കാണാൻ, അതിനൊക്കെ ഇങ്ങോട്ട് വന്നാൽ മതി, ഗുരുവായൂർക്ക് വന്നാൽ മതി. അതല്ലാതെ ഗുരുവായൂരപ്പനെ കാണാനായിട്ട് ഗുരുവായൂർക്ക് വരേണ്ട ആവശ്യമില്ല. നിങ്ങൾ എവിടെ വിളിച്ചോ അവിടെ ഭഗവാനുണ്ട്.